ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2-ൻ്റെ അകത്തിലെ 10ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 13-ഉമാണ്. ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ വീഡിയോയിലേക്ക് തന്നേക്കാം. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ ഹനാത്രോ ആണെങ്കിൽ ഇച്ചിഗോനെ അവരെ എല്ലാം കൂടെ കൂട്ടി ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടെ റൂക്കിയ കിടക്കുന്ന പ്രിസന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ പാസേജ് നിനക്ക് എങ്ങനെ അറിയാമെന്ന് നമ്മുടെ ഗാച്ച് ചോദിച്ചപ്പോൾ നമ്മുടെ ഹനാത്രോ പറയുകയാണ്, ഈ പാസേജ് എന്ന് പറയുന്നത് സ്ക്വാഡ് 4-ന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാസേജാണ്. പാസേജ് യൂസ് ചെയ്തിട്ടാണ് വേറെ സ്ക്വാഡുകളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഈ പാസേജ് എന്ന് പറയുന്നത് വളരെയധികം സീക്രട്ട് ആയിട്ടുള്ള ഒരു പാസേജും കൂടാണ്. അതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ സഹായിക്കുന്നത്? റൂക്കിയനെ രക്ഷിക്കാൻ വേണ്ടി. ഇവിടുത്തെ ഒരു സോൾ റിപ്പർ അല്ലേ? ഞങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ്, പിന്നെ ഞങ്ങളെ എന്തിനാണ് നീ വെറുതെ സഹായിക്കുന്നത്? നിങ്ങളെയല്ല സഹായിക്കുന്നത്, ഞാൻ റൂക്കിയനെയാണ് സഹായിക്കുന്നതെന്ന് നമ്മുടെ ഹനാത്രോ പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ മനസ്സിലാകുന്നില്ല അവൻ എന്താണോ പറയുന്നതെന്ന്. അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, കുറോസാക്കി നിന്നെ കുറിച്ചുള്ള ഒരുപാടധികം കാര്യങ്ങൾ എന്നോട് റൂക്കിയ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഹനാത്രോ. ഞാൻ എല്ലാ ദിവസവും റൂക്കിയയുടെ പ്രിസൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. ആ സമയത്ത് ഞാൻ അവളോട് സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്സായി. അതുകൊണ്ട് പറയുകയാണ് ഞാൻ, ഇച്ചിഗോ എന്തൊക്കെ സംഭവിച്ചാലും നീ എന്തൊക്കെ ചെയ്തിട്ടാണേലും എങ്ങനെയെങ്കിലും റൂക്കിയനെ നീ രക്ഷപ്പെടുത്തണം. ഈ ഹനാത്രോ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സോൾ റിപ്പേഴ്സിനെയൊക്കെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന വേറെ ഏതോ ഒരു സോൾ റിപ്പറിനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇവണിലെ എല്ലാ മെമ്പേഴ്സും ഇപ്പോൾ തന്നെ ഡിഫീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട ബാക്കിയുള്ള സ്ക്വാഡ് മെമ്പേഴ്സ് എല്ലാവരും വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. 4-ലെ ഹനാത്രോ എന്ന് പറഞ്ഞ ഒരു സോൾ റിപ്പറിനെ ആ നുഴഞ്ഞുകയറ്റക്കാർ ഹോസ്റ്റേജ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടെന്നും ആ സോൾ റിപ്പർ പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ രഞ്ജി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, അവൻ ഉറപ്പായിട്ടും റൂക്കിയനെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ റൂക്കിയ കിടക്കുന്ന പ്രിസൺ അങ്ങോട്ട് പോയി കാണാൻ. നേരത്തെ ഇച്ചുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ 5 മടങ്ങ് ശക്തനാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവൻ എന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജി ആണെങ്കിൽ റൂക്കിയ കിടക്കുന്ന പ്രിസന്റെ ആ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ വളരെയധികം ദേഷ്യത്തിൽ ആ പ്രിസനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ ആ പ്രിസനുള്ള സ്ഥലത്തേക്ക് അവർ 3 പേരും എത്തുകയാണ്. എന്നാൽ ആ പ്രശ്നമുള്ള സ്ഥലത്ത് വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ രഞ്ജിയാണ്. നമ്മുടെ ഇച്ചിഗോയും രഞ്ജിനെ കാണുന്നുണ്ട്. രഞ്ജി കണ്ടുടനെ തന്നെ പറയുകയാണ്, ഇവിടെ കുറച്ച് ഞൊരഞ്ഞു കയറ്റക്കാർ വന്നിട്ടുണ്ട്, അതും റൂക്കിയനെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളെ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് നമ്മുടെ രഞ്ജി ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പറയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗാജു ആണെങ്കിൽ നമ്മുടെ രഞ്ജിന്റെ സ്പിരിച്വൽ പവർ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി ഉടനെ തന്നെ അവന്റെ സമ്പത്തും അവന്റെ അടിയിൽ നിന്ന് ഊരി. ഇതെല്ലാം കണ്ടുകൊണ്ട് പേടിച്ചിരിക്കുന്ന നമ്മുടെ ഹനാത്രോ പറയുകയാണ്, രഞ്ജി അബ്ര എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ റിപ്പർ ആണ്. സ്ക്വാഡ് 6-ന്റെ ലെഫ്റ്റ് ഹാൻഡറും കൂടാണ് ഇവനെന്നും പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗാജിന് ഒന്നും കൂടെ പേടിയാവുകയാണ്. എന്നാൽ നമ്മുടെ അണ്ണനുണ്ടല്ലോ ഇച്ചിഗോ കുറോസാക്കി, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ നേരെയാണെങ്കിൽ നമ്മുടെ രഞ്ജിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ആണെങ്കിൽ രഞ്ജിയുടെ നേരെ ഓടിപ്പോകുന്നു, രഞ്ജി ആണെങ്കിൽ ഇച്ചിഗോയുടെ നേരെ ഓടിപ്പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നേർക്ക് നേരെ വരികയാണ്. ഉറപ്പായിട്ടും റൂക്കിയുടെ എക്സിക്യൂഷൻ ഇവിടെ നടക്കും. അതിനായിട്ട് നിനക്കൊന്നും ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അത് മാത്രമല്ല, ക്യാപ്റ്റൻ ഇച്ചിഗോയുടെ അറ്റാക്കിൽ നിന്ന് നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? നമ്മുടെ രഞ്ജി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഇച്ചിഗോ മൈൻഡ് ചെയ്യാതെ നേരെ വന്നിട്ട് നമ്മുടെ രഞ്ജിയുമായിട്ട് അവന്റെ സമ്പത്ത് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. എന്നാൽ നമ്മുടെ രഞ്ജി അത് തടയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വഴിതെറ്റി നിൽക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കിനെയാണ്. ഇങ്ങനെ 5-6 എപ്പിസോഡുമായിട്ട് ഇച്ചിഗോയുടെ അടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ തെറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങേർക്ക് നമ്മുടെ ഇച്ചിഗോന്റെയും രഞ്ജിന്റെ ഫൈറ്റ് നല്ല രീതിയിൽ തന്നെ സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു നല്ല ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അതുമാത്രമല്ല, രഞ്ജി ഇപ്പോൾ പണ്ടത്തെ രഞ്ജി അല്ല, അവനിപ്പോൾ ഒരുപാടധികം പവർഫുൾ ആയിട്ടുണ്ടെന്നോ അങ്ങനെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോന്റെയും അതുപോലെ തന്നെ രഞ്ജിന്റെ ഫൈറ്റ് സെൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇഷിതേനെയുമാണ്. ഹ്യൂമൻ വേൾഡിലെ ഇഷിതയ്ക്ക് ഒരുപാടധികം അപമാനം ഉണ്ടാക്കി പോയ ഒരാളാണ് നമ്മുടെ രഞ്ജി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയും ആ ഇച്ചിഗോ രഞ്ജിനെ അങ്ങ് കൊന്നാ മതി. ഇച്ചിഗോ രഞ്ജി കൂടെ ഫൈറ്റ് ചെയ്യുന്നത് സെൻസ് ചെയ്ത് കണ്ടുപിടിച്ച നമ്മുടെ സാധുവാണെങ്കിൽ ഇച്ചിഗോനെ സഹായിക്കാൻ വേണ്ടി ഇച്ചിഗോ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പൊക്കുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു മാരകമായിട്ടുള്ള ഫൈറ്റിന് വേണ്ടി റെഡിയാകുന്ന നമ്മുടെ ഇച്ചിഗോനെയും അതുപോലെ രഞ്ജിനെയുമാണ്. ഫൈറ്റിന് തുറക്കുന്നതിന് നമ്മുടെ രഞ്ജി ഇച്ചിഗോയും അവരുടെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ രഞ്ജിയുടെ സമ്പത്തോ
തെല്ല് നീക്കി ഒരു ഭിത്തിയുടെ സൈഡിൽ കൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ഇച്ചിഗോ. രഞ്ജിക്ക് ഇച്ചിഗോന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ രഞ്ജി ഇപ്പൊ ചവിടാന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. രഞ്ജി ഇച്ചിഗോനെ തെള്ളി മാറ്റിയിട്ട് സബിമാറു എന്ന് പറഞ്ഞിട്ട് അവന്റെ സംഘബത്തുവിനെ പുറത്തെടുക്കുന്നത്. രഞ്ജിയുടെ സംഘബത്തുമായിട്ടുള്ള സബിമാറുവിനെ നമ്മുടെ ഇച്ചിഗോ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇച്ചിഗോന് സാധിക്കുന്നില്ല. ഇച്ചിഗോ ഒരു ഭിത്തിയുടെ സൈഡിൽ പോയി അടിച്ച് ചോര വാർന്ന് കിടക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ ഇച്ചിഗോ, ഹ്യൂമൻ വേൾഡിൽ നീ എന്നെ സിമ്പിളായിട്ട് എന്നെ തോപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ നീ ഇവിടെ വന്നാൽ അത് നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം ഹ്യൂമൻ വേൾഡിൽ ഞങ്ങളുടെ പവർ നല്ല രീതിയിൽ തന്നെ ലിമിറ്റഡ് ആണ്. സോൾ സൊസൈറ്റിയിൽ അങ്ങനല്ല. ഞാൻ ഹ്യൂമൻ വേൾഡിലേക്കാട്ടില്ല 5 മടങ്ങും പവർഫുൾ ആണ് ഞാൻ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇച്ചിഗോ, നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ രഞ്ജി മാസായിട്ട് ഇച്ചിഗോനോട് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുറിവേറ്റി കിടക്കുന്ന നമ്മുടെ ഇച്ചിഗോ രഞ്ജിനോട് പറയുകയാണ്, അപ്പൊ അവസാനത്തെ അറ്റാക്ക് ആയിരുന്നു നിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് അല്ലേ? നമ്മുടെ ഇച്ചിഗോണെങ്കിൽ അവന്റെ സമ്പത്തും എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ നീ എന്റെ നേരെ വിട്ട അറ്റാക്ക് ഉണ്ടല്ലോ, അത് എന്റെ നേരെ അഫക്റ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ ഇച്ചിഗോ രഞ്ജിനോട് പറയുന്നു. അതിനുശേഷം നമ്മുടെ ഇച്ചിഗോയും രഞ്ജിയും കൂടെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നിടത്ത് വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 2-ന്റെ 10ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ 30 അവസാനിക്കുന്നത്. സോ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.